ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളുടെയും പ്രവക്താവായ, വക്ത എന്നാൽ സംസാരിക്കുന്ന ആളാണ്. പ്രവക്ത പ്രകർഷേണ വക്തും ശീലം അസ്യേതി. വിശേഷപ്പെട്ട ആധികാരികമായി സംസാരിക്കുന്ന വ്യക്തിയെയാണ് പ്രവക്ത എന്ന് സംസ്കൃതത്തിൽ പറയുന്നത്. എല്ലാ വിഷയങ്ങളെയും ആധികാരികമായി സംസാരിക്കുന്ന അസുരാചാര്യനായ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. ശുക്രനിത, പ്രിയമുള്ള പ്രേക്ഷകരെ, മിഥുൻ രാശിയിൽ നിന്നും തൻ്റെ അടുത്ത സുഹൃത്തായ ബുധൻ്റെ ക്ഷേത്രം മിഥുൻ രാശിയിൽ നിന്നും തൻ്റെ പരമശത്രുവായ കർക്കിടക രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കേവലം 28 ദിവസമാണ് ശുക്രൻ കർക്കിടക രാശിയിൽ ഉണ്ടാവുക. പിന്നീട് ചിങ്ങൻ രാശി, പിന്നീട് ശുക്രൻ തൻ്റെ നീചക്ഷേത്രമായ കന്നിയിലേക്ക് പ്രവേശിക്കും. ഉച്ചക്ഷേത്രം കഴിഞ്ഞ് സ്വക്ഷേത്രം കഴിഞ്ഞു ഇനി ശുക്രൻ പ്രവേശിക്കുന്നത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തൻ്റെ നീചക്ഷേത്രമായ കന്നിരാശിയിലാണ്. ശുക്രനെ കൊണ്ടാണ് എല്ലാവിധ ഭൗതിക സുഖങ്ങളും നാം ചിന്തിക്കുന്നത്. ശുക്രനെ കൊണ്ടാണ് സ്ത്രീകളെ ചിന്തിക്കുന്നത്. ശുക്രനെ കൊണ്ടാണ് ആഡംബര സുഖഭോഗ വസ്തുക്കളെ ചിന്തിക്കുന്നത്, വാഹനങ്ങളെ ചിന്തിക്കുന്നത്. അതിനാൽ ശുക്രൻ നീചസ്ഥനാകുമ്പോൾ പലപ്പോഴും, പ്രത്യേകിച്ച് കർക്കിടക രാശിയിൽ അത്യന്തം ശത്രുവായ ചന്ദ്രക്ഷേത്രമായ കർക്കിടക രാശിയിൽ വരുമ്പോൾ പോലും ശുക്രൻ്റെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ കാണാം. ദ്വിഭാര്യോർത്തി ഭീരുർ പ്രബല മതശോകസ്യ ശശിമേ. കർക്കിടകത്തിൽ ആശയഫലം വരാഹ മിഹിര ആചാര്യർ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദ്വിഭാര്യ അർത്ഥി. 2 ഭാര്യമാരുണ്ടാവുക, അല്ലെങ്കിൽ 2 സ്ത്രീകളുമായുള്ള ബന്ധങ്ങളുണ്ടാവുക. ഭാര്യയല്ലാതെ മറ്റ് സ്ത്രീകൾ കടന്നു വരിക. അർത്ഥി, ആഗ്രഹിക്കുന്ന ആളാവുക, അനേകം സ്ത്രീകളെ ആഗ്രഹിക്കുക. കർക്കിടകം ബഹുവാദ രാശിയാണ്. പ്രബല മതശോകശ്ച, പ്രബലമായ മതം, കാമം, ദുഃഖം, വിരഹം ഇതൊക്കെ അനുഭവിക്കും. അതിനാൽ ശുക്രൻ പല രാശിക്കാരും വളരെയധികം ശ്രദ്ധിക്കണം. സ്ത്രീ സംബന്ധമായ അപഖ്യാതികൾ, പേരുദോഷങ്ങൾ, ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനമായിട്ട് പോക്സോ കേസ്, ഇതിലൊക്കെ ഈ ശുക്രൻ വളരെയധികം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കൈവരുന്ന ഒരു സമയമാണ് ഇതെന്ന് നിങ്ങൾ അറിയണം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. മൂലം, പുരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ധനുരാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് അഷ്ടമഭാവത്തിലാണ്. അങ്ങനെ ദുർബലമായി 8ാം ഭാവത്തിൽ നിൽക്കുന്നു വ്യാഴത്തോടുകൂടി. ഈ ഒരു വ്യാഴമാറ്റം ജൂൺ 2-ാം തീയതി മുതൽ വ്യാഴത്തിൻ്റെ മാറ്റം അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുക ധനുരാശിക്കാർക്ക്. കണ്ടകശനിയുണ്ട്, അവർക്ക് ധനുരാശിക്കാർക്ക് ആയിരിക്കും. കാരണം അവർക്ക് കണ്ടകശനിയുണ്ട്. വ്യാഴം അഷ്ടമത്തിലേക്ക് വന്നു. സുഖം, സ്വസ്ഥത, ഫാമിലിയുമായി ബന്ധപ്പെടുന്ന വലിയ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകും. അത് ശുക്രനും കൂടി ചേരുമ്പോൾ ആ ദോഷത്തിന് ഒരു മാറ്റമല്ല ഉണ്ടാവുക. ശരി, കുറേ കൂടി ക്ലേശങ്ങളുണ്ടാകും. ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻസുമായി ബന്ധപ്പെടുന്ന രോഗമുള്ളവർക്ക്, ഷുഗർ, ഡയബറ്റിക്സ് പേഷ്യൻസ്, പാൻക്രിയാറ്റിക്കുമായി ബന്ധപ്പെടുന്ന രോഗമുള്ളവർക്കൊക്കെ വളരെ ദോഷമുള്ള സമയമാണ്. സ്വർണം നഷ്ടപ്പെടും. ബാങ്കിൽ വെച്ച് സ്വർണം വിറ്റുപോകും. അപ്പോൾ സ്വർണ്ണ വിഷയത്തിൽ വളരെ ജാഗ്രത പാലിക്കണം. അപ്രകാരം തന്നെ മഴക്കാലമാണ്. വീട്ടിൽ പെട്ടെന്ന് സ്വർണം നഷ്ടപ്പെടുക, ആരെങ്കിലും വന്ന് അപഹരിക്കുക തുടങ്ങിയ ക്ലേശങ്ങളൊക്കെ ഈ ഒരു മാസക്കാലം ശ്രദ്ധിക്കണം. ഇവിടെ ലാഭാധിപനായ ഗ്രഹമാണ് ദുർബലമായി 8-ൽ നിൽക്കുന്നത്. ശുക്രനെ കൊണ്ടാണ് നാം സ്വർണവും വെള്ളിയും ഒക്കെ ചിന്തിക്കുന്നത്. അതൊക്കെ അഷ്ടമത്തിൽ വരുമ്പോൾ വളരെയധികം ക്ലേശങ്ങളുണ്ടാകും. അതുമാത്രമല്ല, ഫാമിലിയിൽ യാതൊരു സമാധാനവും ഉണ്ടാകില്ല. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രയാസങ്ങൾക്കൊക്കെ തന്നെ ഈ അഷ്ടമത്തിലെ ശുക്രൻ വലിയൊരു വില കൊടുക്കേണ്ടി വരും, ബുദ്ധിമുട്ടിക്കും. പ്രത്യേകിച്ച് നാവ് ശ്രദ്ധിക്കണം. അഷ്ടമത്തിൽ ശുക്രൻ വരുമ്പോൾ ജനക്ഷുദ്രവാദി, ക്ഷുദ്രമായി സംസാരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിരം ചാരുജീവികൾ, ദീർഘായുസുണ്ട്. ചതുസ്വാസുഖം ദൈത്യപൂജോ ദദാതി, വാഹന ലാഭം ഉണ്ടാക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ജനുഷഷ്ടമേ കഷ്ടസാധ്യോ ജയോർത്ഥ. 8 ശുക്രൻ വരുമ്പോൾ ധനമുണ്ടാക്കലും വിജയവും വളരെ കഷ്ടപ്പെട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. പുനർവർദ്ധതേ ദീയമാനം ധനർനെ. പലപ്പോഴും ധനം കടം കൊടുത്ത് കാശുണ്ടാക്കും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. പലിശയുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾക്കൊക്കെ ശുക്രൻ 8-ൽ നിൽക്കുമ്പോൾ ഗുണം കാണാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ശുക്രൻ കർക്കിടക രാശിയിലാണ്, ശത്രുക്ഷേത്രത്തിലാണ്. വാഹനലാഭം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ശുക്രൻ അങ്ങനെ ദുർബലമായി നിൽക്കുന്നു. അതിനാൽ പലപ്പോഴും ശ്രദ്ധിക്കുക. രോഗാധിപനാണ് ശുക്രൻ. പലപ്പോഴും ചീറ്റിംഗ് ചെയ്യപ്പെടും. തൻ്റെ വിലപ്പെട്ട സാധനങ്ങൾ വിൽക്കാൻ പോകുന്ന സമയത്തൊക്കെ ആരെങ്കിലും ഇടപെട്ട് തന്നെ ചതിക്കുക. അതിലൂടെ മാനസിക അസ്വസ്ഥതകൾ വരികയും ചെയ്യും ഈ ശുക്രനെ കൊണ്ടെന്ന് അറിയുക. ഇവിടെ നിർബന്ധമായും ധർമ്മദൈവ സങ്കേതത്തിൽ വഴിപാടുകൾ ചെയ്തേ മതിയാവുകയുള്ളൂ. അതിനു പുറമെ നന്നായി
ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് വളരെയധികം മാനസികമായ പിരിമുറുക്കങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു പരിധിവരെ സഹായിക്കുമെന്നറിയുക. നന്ദി, നമസ്തേ.